വനിതാ നേതൃത്വം വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാകും. അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞ് അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? WCC വന്ന് വലിയൊരു മുന്നേറ്റമുണ്ടായി. WCC കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സംഘടന അമ്മ എന്ന സംഘടനയുടെ കുഴപ്പങ്ങളെക്കുറിച്ച് വിശദമാക്കി അവർ പുറത്തുപോയി. ഇന്നിപ്പോൾ ശ്വേതാ മേനോൻ ഇറങ്ങി പോകുമ്പോൾ എന്താ പറയുന്നത്? ഇതിനു മുമ്പ് ചില സ്ത്രീകൾ പറഞ്ഞതുപോലെയൊക്കെ ആണെന്ന് തോന്നുന്നു. അവരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നവരാണ്. ഏത് ഈ WCC-ക്കാരെ വിമർശിച്ചിരുന്ന ഒരു സംഘമാണ് ഈ അമ്മയിൽ തുടർന്ന വനിതാ സംഘം. അവരുടെ നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. കാരണം മുമ്പ് പോയവർ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് സ്ത്രീ വിരുദ്ധതയുണ്ട്, അല്ലെങ്കിൽ ഇതിന് അട്ടിമറി നടക്കുന്നു എന്നൊക്കെ ഉള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് അതിനകത്തൊരു ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി വന്നിരിക്കുന്നു പിഷാരടിയുടെയൊക്കെ നേതൃത്വത്തിൽ. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് കരുതാം. പക്ഷേ അതിലെ ഈ രാഷ്ട്രീയ ചലനങ്ങൾ കൂടി കൗതുകത്തോടെ കേരളീയ സമൂഹം നിരീക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. അതുതന്നെയാണ്. ഇത് ഇപ്പം ഹർഷ, നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത് വിഴുപ്പലക്കലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞു. എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു, അതായത് ഇതൊരു വിഴുപ്പലക്കലല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമാക്കാരുടെ വിഴുപ്പലക്കലൊക്കെ സംസാരിക്കലാണോ ഞങ്ങളെപ്പോലുള്ള മാന്യരുടെ കാര്യം എന്നുള്ള മട്ടിൽ എനിക്കത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിനോട്, അത് പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഹർഷം പറഞ്ഞ കാര്യം, അതായത് സിനിമാ താരങ്ങളെന്ന് വെച്ചാൽ സമൂഹത്തെ അത്രമേൽ സ്വാധീനിക്കുന്ന ആളുകളാണ്. അവരുടെ ഒരു വലിയ സംഘടനയാണിത്. കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ചേർന്നുണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയുടെ എക്സിസ്റ്റൻസ് എന്ന നിലക്ക് പ്രാധാന്യം അവിടെ നിൽക്കട്ടെ, അതുകുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സംഘടനക്കകത്തുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയത്തിൽ വർത്തമാനം പറയുമ്പോൾ വിഴുപ്പലക്കലാണ് എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ. പിന്നെ അതുമാത്രമാണോ? അതങ്ങോട്ട് മാറ്റി വെച്ചാലും ശരി, എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇത് എന്നതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇത് മറ്റൊരു കാര്യം ആലോചിക്കണ്ടേ? എന്താണ് ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഇതിനകത്ത് നിന്ന് വന്ന ഒരു കാര്യം? താരതമ്യേന ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു നടിയെ അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട നടൻ ആക്ഷേപിച്ചു. മതത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചു എന്ന് വെച്ചാൽ അവരെ അപമാനിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മേൽ മതം മാറ്റം നടത്താൻ വേണ്ടി ആളുകളെ സമീപിച്ചു എന്ന അതിഗുരുതരമായിട്ടൊരു പ്രശ്നം എടുത്തു വെച്ചു, അല്ലേ? ഇതല്ലേ സംഭവത്തിൻ്റെ നമ്മൾ കേൾക്കുന്ന ഇതിലെ തുടക്കം. അപ്പോൾ അതെത്രക്ക് ഗൗരവതരമായൊരു വിഷയമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ഈ സാഹചര്യത്തിൽ ഈ കാലത്ത് അങ്ങനെ ഒരു ആക്ഷേപം ഒരു പെൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ളൊരു സംഗതി ചാർത്തി കൊടുക്കുക, എന്നിട്ട് ആ ആൾ ഇന്നയാളെ മതം മാറ്റാനാണ് ശ്രമിച്ചതെന്ന് പറഞ്ഞു, എന്നിട്ട് ആ ആളും അയാളുടെ പിതാവും വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. സൗഹൃദപരമായിട്ടൊരു നോമ്പ് തുറയിലോ മറ്റോ ഉണ്ടായിരുന്നൊരു സംഭവത്തെയാണ് ഇവർ പറഞ്ഞിട്ട് ഇയാളിത് പറഞ്ഞിട്ട് വലിയ കുഴപ്പമാക്കിയത്. ഇത്രയും ഗൗരവതരമായ പ്രശ്നമാണ്. ഇതൊരു വിഴുപ്പലക്കലാണോ ഹർഷ? ഇതൊരു ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ മാനങ്ങളിലുള്ളൊരു പ്രശ്നമാണ്. പൊതുസമൂഹം അപ്പാടെ തന്നെയും ഇടപെട്ടിട്ട് ഇതിനു മുകളിൽ ആവർത്തിച്ച് നമ്മളെപ്പോലുള്ള ആൾ വാർത്തകൾ നൽകി ചർച്ചകൾ നടത്തിയിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാക്കി ഇനി ഇതിപ്പോൾ ആവർത്തിക്കരുത് കേട്ടോ എന്താ സൂചന കൊടുക്കേണ്ടുന്ന അതിഗൗരവ പ്രശ്നമാണ് ഇത്. പക്ഷേ ഇതേക്കുറിച്ച് വിഴുപ്പലക്കലാണ്, ഞങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന തെറ്റായ തീരുമാനമെടുത്ത നമ്മുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ ഈ സംഘടനയുടെ ഭാരവാഹികളും വിചാരിച്ചു. ഇതിനെ തമസ്കരിച്ച് കളയാൻ വേണ്ട, ഗൗരവത്തിലെടുക്കേണ്ടതില്ല. ഇന്ന് കണ്ടു ഈ സംഘടനയുടെ ഭാരവാഹികൾ ഇതിനെ ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കണ്ടു. നോക്കൂ, നിങ്ങളുടെ സംഘടനയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇത്രയ്ക്ക് ഗൗരവതരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന തുടർ ചലനങ്ങൾ കൂടെ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ പ്രശ്നമാണെങ്കിൽ അതിനകത്ത് ഉടനടി ഇടപെട്ടിട്ട് ആ പ്രശ്നത്തെ അമിക്കബിളായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയാണ് ഏത് സംഘടനയിലും ആളുകൾക്കുള്ളത്. അതും ഇതേതാണ് സംഘടന? പക്ഷേ ഇതേതാണ് സംഘടന? ഇൻഡസെൻ്റ് എന്ന് പറയുന്ന CPM-ൻ്റെ MP ആയിരുന്നു ഒരു കാലത്ത് ഇതിൻ്റെ പ്രസിഡന്റ്. ഇപ്പോൾ BJP, രാജ്യം ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു MP ആയിട്ടുള്ള സുരേഷ് ഗോപി അതിനകത്തുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ട്. പല മതവിശ്വാസങ്ങളിൽപ്പെട്ട മനുഷ്യർ അതിനകത്തുണ്ട്, ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മൾ കണ്ടിരുന്നത്? ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ കാലത്ത് നമ്മൾ കണ്ടിരുന്നത് എന്തായിരുന്നു? ഇതൊരു വലിയ ഗ്രൂപ്പായിട്ട്, ഒരു ടീമായിട്ട് ഇങ്ങനെ വളരെ സന്തോഷകരമായൊരു കാര്യമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ശരിയാണ്, നമുക്കതിനകത്ത് ഈ പറയുന്ന നമ്മുടെ നടിയാക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഇടയിളക്കങ്ങളുണ്ടായി, പ്രശ്നമുണ്ടായി. ഇവരുടെ പാട്രിയാർക്കൽ ആലോചനകളൊക്കെ കൊണ്ട് അതിൻ്റെ അകത്ത് വേണ്ട ശരിയായ രീതിയിലുള്ള നിലപാടെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കെ തന്നെ ആ പ്രശ്നങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പരസ്പരം നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും പോകുന്ന ആളുകളുടെ ഒരു കൂട്ടം എന്നല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചിരിക്കുന്ന മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുന്ന കുറച്ച് ക്ഷീണമൊക്കെ ശാരീരികമായിട്ട്, ഇപ്പം യൂട്യൂബ് ചാനലുകൾ കാണാം, ശാരീരികമായിട്ട് ക്ഷീണമുള്ള വാർദ്ധക്യത്തിൻ്റെ അവശതകളുള്ള മനുഷ്യരെ അടക്കം അവർ നല്ല കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് കൊണ്ടുപോകുന്ന സംവിധാനമായിരുന്നില്ല ആ കാലത്ത്. നോക്കൂ, അതിനകത്ത് CPM-കാരുണ്ടായിരുന്നു, CPI-കാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ലീഗുകാരുണ്ടായിരുന്നു, BJP-കാരുണ്ടായിരുന്നു. ഏതേതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയും ഒരുപക്ഷെ അവരവരുടെ സർക്കിളുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ബാധിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അല്ലേ? അതിൽ തന്നെ ഹിന്ദു ഉണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. വിശ്വാസിയായിട്ടുള്ള ഹിന്ദു ഉണ്ട്, വിശ്വാസിയായിട്ടുള്ള മുസ്ലിമുണ്ട്, വിശ്വാസിയായിട്ടുള്ള ക്രിസ്ത്യാനിയുണ്ട്, വിശ്വാസമില്ലാത്ത ഈ മതവിശ്വാസത്തിൽപ്പെട്ട മനുഷ്യർ എല്ലാവരും ചേർന്നൊരു സംവിധാനം എന്ന് വെച്ചാൽ മലയാള സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ സിനിമ എന്ന നിലക്ക് എല്ലാ തരം മനുഷ്യരും ചേർന്നാലാണല്ലോ സിനിമ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രതിദാനങ്ങളുള്ള ഒരു സംഘടനയായിരുന്നു അമ്മ. അതിനെ
ഈ പറയുന്ന എല്ലാത്തരം വ്യത്യാസങ്ങൾക്കകത്തൂടെയും ആ സംഘടനയെ കൊണ്ടുപോകാൻ ഇന്നസെൻറ്റിനും മോഹൻലാലിനും അല്ലെങ്കിൽ ആ കാലത്തുള്ള മുഴുവൻ നേതാക്കൾക്കും സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. ഈ കുക്കു പരമേശ്വരനൊക്കെ എനിക്ക് എപ്പോഴും എന്താ ഇവരൊക്കെ ചെയ്ത്, ഇവർക്കൊക്കെ പലതരത്തിലുള്ള ധാരണകളുണ്ട്, കുറേ കാലമായിട്ട് ഈ സംഘടനയുടെ കൂടെ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരറിയണ്ടേ? ഞാൻ ശ്വേതാമേനോൻ്റെ പേര് പറയാത്തത് അവർ ഈ ഘട്ടത്തിലാണല്ലോ, പുറത്ത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് വന്നത് ഒരു വനിതാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഒരു ധാരണ പോലും ഇല്ലാത്ത ആളുകളുടെ ഒരു കൂട്ടമായിട്ട് ഇത് മാറുക. ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് പിന്നെ ഈ ശരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ഇപ്പോൾ ഒരു അഡ്വോ കമ്മിറ്റി ഉണ്ട്, അതിനകത്തൊരു രാജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനകത്തേക്ക് നല്ല ധാരണയുള്ള കാര്യഗൗരവമുള്ള മനുഷ്യർ വന്നിട്ട് ഇത് ഏറ്റെടുത്തിട്ട്, ഇതൊരു വലിയ സംഘടനയാണ്, വിഴുപ്പലക്കലല്ല അത്, അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ സമൂഹത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അത് ആ സിനിമാക്കാർക്ക് മാത്രം പ്രധാനപ്പെട്ട സംഘടനകളല്ല, നമ്മുടെ ഭാവിയിലെ കുട്ടികൾ പോലും നോക്കുന്ന സിനിമാ താരങ്ങൾ അവരെന്ത് വർത്തമാനം പറയുന്നു, എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള വലിയ ഗൗരവമുള്ള ഒരു ബോഡിയാണ്. അതിനകത്തേക്ക് നല്ല ഗൗരവമുള്ള ആളുകൾ വന്നിട്ട് അതിന് മുതിർന്ന ആളുകൾ നേതൃത്വം വഹിച്ചിട്ട്, എന്ന് വെച്ചാൽ പ്രസിഡന്റ് സെക്രട്ടറി ആണ് മമ്മൂട്ടി മോഹൻലാലും എന്നല്ല, പക്ഷെ അവരുടെ കൂടെ മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങളിൽ ഇതിനെ ഒരു കൊള്ളാവുന്ന സംഘടനയായിട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് പറയാനാണ് ഈ അവസരം വിനിയോഗിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.